കലിയുഗത്തിന്റെ അന്തിമ സമയം. നാടെങ്ങും വലിയ വലിയ ആശുപത്രികൾ തുറന്നുകൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത്യാധുനിക ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മെഷീനുകളുണ്ട്. എന്നിട്ടും കൂടി അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്നു. ദുഃഖം, ബുദ്ധിമുട്ടുകൾ എല്ലാം കൂടി വരുന്നു. ശാരീരിക അസ്വസ്ഥതകളെക്കാൾ മാനസികമായ അസുഖങ്ങൾ വർദ്ധിക്കുന്നു. വീടുകളിൽ നോക്കിയാൽ കോലാഹലങ്ങൾ. പോലീസിനും വക്കീലിനുമെല്ലാം എപ്പോഴും പണി തന്നെ. നാലു ഭാഗത്തും ഭീതിയുടെ പ്രതീതി. ആരുടെ അടുത്ത് ധനമില്ല, അവർ ദാരിദ്ര്യം കാരണം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ധനം ധാരാളമുള്ളവരുടെ കാര്യമോ കള്ളന്മാർ, കൊള്ളക്കാർ എന്നിവരെ ഭയന്ന് ജീവിക്കുന്നു. ധാർമ്മിക വിദ്യാഭ്യാസത്തിലൂടെ സമാജത്തെ പവിത്രവും ചരിത്രവാനും സമ്പന്നവുമാക്കി മാറ്റാൻ നിമിത്തരായ സന്യാസിമാരും മഹാജനങ്ങളും ഇന്ന് പദവി ഭ്രഷ്ടരും ധർമ്മഭ്രഷ്ടരും തമോപ്രധാനികളുമായിരിക്കുന്നു. കലിയുഗത്തിന്റെ ഈ സമയത്ത് നാം ശ്രവിക്കുന്നത് കൊടുങ്കാറ്റ്, പേമാരി, ഭൂകമ്പം, യുദ്ധം, മരണം തുടങ്ങിയ വാർത്തകളും. ഇന്നത്തെ യുവതലമുറയാകട്ടെ ദേഹാഭിമാനത്തിന്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്നു. ലഹരിയുടെ ഉപയോഗം അവരെ പൂർണ്ണമായും കൈപ്പിടിയിലാക്കിയിരിക്കുന്നു. അവർ ആഗ്രഹിച്ചാൽ കൂടി ഇതിൽ നിന്ന് മോചിതരാകാൻ സാധ്യമല്ല. ദേഹാഭിമാനം അത്രയും വർദ്ധിച്ചിരിക്കുന്നു. ലോകത്തിലുള്ളവർ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം എന്നിവ അത്രയും വ്യാപിച്ചിരിക്കുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികൾ ഗർഭം ധരിക്കുന്നു. ഇതാണ് പുരാണങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്ന കലിയുഗത്തിന്റെ അന്തിമ സമയത്തിന്റെയും സത്യുഗത്തിന്റെ ആരംഭത്തിന്റെയും മധ്യത്തിലുള്ള സംഗമയുഗം അഥവാ സന്ധിയുഗത്തിന്റെ സൂചന. ഈ സമയത്ത് സ്വയം മനുഷ്യാത്മാക്കളുടെ പിതാവ്, സർവരുടെയും സദ്ഗതി ദാതാവ്, പതിത പാവനൻ, നരകത്തെ സ്വർഗമാക്കി മാറ്റുന്ന നിരാകാരനായ പരമാത്മാ ശിവൻ ഈ സൃഷ്ടിയിൽ വന്ന് പഴയ ലോകമായ കലിയുഗത്തിന്റെ വിനാശം ചെയ്ത് പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യും. പരമപിതാവായ ശിവഭഗവാന് നമ്മൾ കുട്ടികൾക്ക് നൽകാൻ ഒരേയൊരു നിർദ്ദേശം മാത്രം: ജന്മജന്മാന്തരങ്ങളായ പാപങ്ങളെ സമാപ്തമാക്കാൻ വേണ്ടി ഈ അന്തിമ സമയത്തിലുള്ള ജന്മത്തിൽ പവിത്രമായിരിക്കും. സ്വയമിനെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ഒരേ ഒരു പരമാത്മാവായ എന്നെ ഓർമ്മിക്കും. അപ്പോൾ ഭാവിയിലുള്ള പുതിയ ലോകമായ സത്യുഗത്തിൽ ശ്രീ ലക്ഷ്മിനാരായണന്റെ രാജ്യത്തിൽ ഉയർന്ന പദവി നേടാൻ സാധിക്കും. വരൂ, ഇനി വരാൻ പോകുന്ന സത്യുഗത്തിന്റെ കുറച്ചു ദൃശ്യങ്ങൾ കാണാം.